സഹിക്കാൻ നിവർത്തിയുള്ളൂ. ഇനി ഞാൻ പ്രതീക്ഷിച്ചു പോയല്ലോ എന്റെ കർത്താവേ. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. അതെല്ലാവർക്കും അറിയാം, അവനും അറിയാം. അവനോ? ഏവൻ? ജോണിയുടെ വീട്ടിൽ എന്ത് നടക്കുമെന്നാ പറഞ്ഞേ? ആരാ അവിടെ വന്നേ? കേശവൻ. ജോണിച്ചനോ? എന്താ ആ സമയത്ത്? നിന്റെ പെണ്ണുമ്പിള്ള എവിടാ? ജോണിച്ച എല്ലാരെയും കൂടെ സൗകര്യത്തിനൊന്ന് കാണാൻ വന്നതാ. ഞാൻ ഇല്ലാതിരുന്ന നേരത്ത്, അതും പട്ടാപ്പകല്, ഇവൻ എന്റെ വീട്ടിൽ കയറി വന്ന് എന്റെ ഭാര്യയെ എന്റെ മക്കളുടെ മുമ്പില് എനിക്കും എന്റെ ഭാര്യയ്ക്കും ഉണ്ടായ അവമാനം തീരണമെങ്കിൽ നിന്റെ ഭാര്യയുടെയും മക്കളുടെയും മുമ്പിൽ നീ നാണം കിടണം. ഇപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് ആവർത്തിച്ചാ കഴുത്ത് ഞാൻ വെട്ടിക്കൊണ്ടുപോകും. പറഞ്ഞേ. മനസ്സിലായില്ല. എന്നെ പള്ളിയിലെ ബിസിനസ് പറഞ്ഞു വിട്ട് വണ്ടി ഷെഡി കയറ്റി ഞാൻ നീ ഒരൊറ്റൊരുത്തിയാണ്. വഴി കിടന്ന് ഒച്ച വയ്ക്കരുത്. വല്ലതും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ ആണുങ്ങൾ തമ്മിലായിക്കണം. അത് എടേ, ഞാൻ വിചാരിച്ച എന്റെ കൂടെയും കാണും ഞങ്ങളെ ജാതിപ്പെട്ട 10 പേര്. ഇപ്പൊ തന്നെ വിട്ടേക്കണം. കണക്കൊക്കെ ഞാൻ പിന്നെ തീർത്തോളാം. ഒരരേ 2 സോഡ എളുപ്പം ഇങ്ങട്. നിന്ന് ഇയാൾ അടിക്കാറില്ലല്ലോ. ഓ, ഇപ്പൊ പഴയ പോലെ അല്ലല്ലോ. മുതുവാതിരിക്ക് മുമ്പ് അങ്ങ് വീട്ടിലെത്തണ്ടേ. എന്നാലും ഇത്ര പബ്ലിക് ആയിട്ട് വേണ്ടായിരുന്നു. സൂത്രത്തിൽ 2 പൊട്ടിക്കാനുള്ളതിന് പകരം ഇനി അവൻ 2 കാലട്, 1 സോഡയും. തേച്ചു വെച്ചാലും 5 മിനിറ്റ് ചാച്ചൻ ജീപ്പ് ഓടിച്ചു കഴിയുമ്പം പഴം തുണി പോലെ ആവും. ഏം കാണും. പള്ളിക്കൂടം അടയ്ക്കുമ്പോ നമുക്കൊരു ടൂർ പോവാം കേട്ടോ. മാനന്തവാടി, തൃശ്ശിലേരി, സുൽത്താൻ ബത്തേരി, പക്ഷിപാതാളം. അത് വേണ്ട, അവനെ തൊട്ടുള്ള കളി വേണ്ട കേട്ടോ മക്കളെ. അടയ്ക്കില്ലേ? ഇതും കൂടെ. ഒരാഴ്ച പനി പിടിച്ച് കിടന്നത്. അച്ചോ, എനിക്ക് വല്ലാത്തൊരു പേടി. ആ കേശവന്റെ കാര്യം ഓർത്തിട്ടെ. അവന്റെ ആപ്പീസ് ഞാൻ പൂട്ടിച്ചില്ലേ. ഞങ്ങളാരും ചോദിക്കാനും പറയാനും ഇല്ലാന്ന് വിചാരിച്ചിട്ട് കണ്ടമാനം കുടിക്കരുത്. അയ്യോ, കുടിക്കാനോ? ഒരാൾ കൊള്ളപ്പോഴോ? ഇല്ല മോളെ, ഞാൻ സൂക്ഷിച്ചോളാം. ജീരവെള്ളം. साइकिल से फॉलो कर रहा था.
ഞാൻ ടോപ്പിക്ക് നോക്കാം. ദൂരം വാ. വേഗം വാ. വാടാ. चाहिए देखो भाई उसने ये सुधर नहीं रहा है उसने देखा नहीं होगा तो बाद में आएगा इधर इंतजार कर रहा था उसके जाने का भाई मुझे लग रहा टक्कर मार देगा उसके बच्चे को अभी ओहो चल नहीं पाता ना शायद चल पाता है अच्छा ये चल पाता है हॉस्पिटल में आ गया പോകാം. കുട്ടിയുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടോ വേറെ? खून की ज़रूरत है ये पॉजिटिव വരൂ. हेड पे लगी उसे चोट क्या कर रहे हैं തൽക്കാലം ഒന്ന് സ്റ്റോപ്പ് ചെയ്തോളൂ. ഞാൻ പറഞ്ഞിട്ട് മതി. ശരി. കൺഫേം ചെയ്യുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. വേണമെങ്കിൽ ചീഫ് ടെക്നീഷ്യനോട് വിളിച്ചോ. ഒന്നുമില്ല. ഇങ്ങനെ ബഹളം വെക്കാതെ ഒന്ന് പറയൂ ഫാദർ. ബഹളം വെക്കരുത്, ബഹളം വെക്കരുത്. കരയാൻ പാടില്ല. മോനു കരല്ലേ. ഗുഡ് മോർണിംഗ്. ഭാഗ്യത്തിന് ഹെഡ് ഇഞ്ചുറിയൊന്നുമില്ല. ഹീൽ ബി ഓൾറൈറ്റ്. താങ്ക് ഗോഡ്. ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ഫാമിലിയാണ്. അതാണ് ഞാൻ തന്നെ നേരിട്ട്. ഈ ഫാമിലിയെ ഫാദറിന് എങ്ങനെ അറിയാം? ഞങ്ങളുടെ ഓർഫനയിലായിരുന്നു രണ്ടുപേരും, ആനിയും ജോണിയും. ड्राइवर का काम करता है जॉनी अनाथ है ये പേടിക്കാനൊന്നുമില്ല. चर्च में बड़े हुए ना बड़े നോ, ഐ എം ആസ്കിംഗ് അബൌട്ട് യു. എനിക്ക് മൂക്കിൽ നിന്നും സാധാരണ ബ്ലഡ് വരിക, അങ്ങനെ खून आता है इसके नाक से തലവേദന എന്ന് വെച്ചാൽ യൂഷ്വൽ അല്ല, ഇങ്ങനെ അകത്ത് വന്ന് സ്ക്വീസ് ചെയ്യുന്ന മാതിരി. എന്താ ഡോക്ടറെ? क्या हो അല്ല, എനിക്ക് മനസ്സിലായില്ല. കുട്ടിക്കല്ലേ ആക്സിഡന്റ് പറ്റിയത്, അതിന് അമ്മയെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യണോ? ത്രൂ ദി ലാബ് റിപ്പോർട്ട്. रिपोर्ट आ गई कुछ मिला है शायद क्या बताया नहीं उसने बताया होगा रोने लग गया कुछ बीमारी हुई शायद इससे कि कैंसर तो नहीं है ഡോക്ടർ എന്താ പറഞ്ഞത്? अच्छा मैं इसको नहीं बता रहा हूँ 2 ദിവസം കഴിയും. എന്താ? घबराया हुआ എന്റെ മോന് വല്ല കുഴപ്പമുണ്ടോ? ഏയ്, he's all right. പിന്നെ ഞാനോ? എന്തിന്? എനിക്ക് അങ്ങനെ അസുഖമൊന്നുമില്ലല്ലോ. നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ അഡ്വൈസ് ചോദിക്കാം. എനിക്ക് ഒരുപാട് അനുഭവിച്ചവളാണ് ഞാൻ. എന്തും താങ്ങാനുള്ള മനക്കരുത്ത് എനിക്കുണ്ട്. ഡോക്ടർ പറയുന്നത് ടെസ്റ്റ് ചെയ്തപ്പോ ആനിയുടെ ബ്ലഡിൽ
ഈ വൈറ്റ് White കോപ്പർ cells is high. മരുന്ന് കഴിച്ചാൽ കുറച്ച് പഴകിപ്പോയതുകൊണ്ട് ട്രാൻസ്ഫ്യൂഷൻ എന്നൊക്കെ പറയുന്ന इससे बस ब्लड्स बदल सकते हैं वैसे. എന്റെ കർത്താവേ, ആനി തളർന്നു പോകരുത്. ഇവിടുന്ന് പോകുമ്പോഴേ എനിക്കൊരു मुझे लग रहा है अपने हस्बैंड को नहीं बताएगी शायद ये. നമ്പർ ശ്രദ്ധിക്കുന്നേ. കള്ള കഴുവളാമോമാര്. എന്നാ ഒന്ന് നിർത്തി കുഞ്ഞിനെന്തെങ്കിലും പറ്റിയോന്ന് നോക്കുക. അവനെ അനി, നീ എന്താ ആലോചിച്ചിരിക്കുന്നത്? ഒന്നുമില്ല. ഡേടാ അതൊക്കെ ഇറങ്ങും. ഒരാഴ്ച നല്ലോണം ശ്രദ്ധിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. ഞങ്ങളെയും കൂടെ ഒരു റൗണ്ട് കൊണ്ടുപോവോ? പിന്നെന്താ? ഒന്നുമില്ല. എന്തിനാ നമുക്കറിയുന്നേ? പേടിച്ച പോലെ ഒരു അപകടവും ഇല്ലാണ്ട്. വിവരങ്ങളൊക്കെ അവനെ ഇങ്ങനെ അറിയിക്കാതിരിക്കുന്നത് ശരിയാണോ? അവക്ക് അവനോട് പറയാനുള്ള ധൈര്യമില്ല. എടി, എന്നോടൊന്ന് പറയാനാ അവള് പറയുന്നത്. ഞാൻ എങ്ങനെ അച്ചു ഇങ്ങനൊരു കാര്യം ഒന്ന് പറയണം? ഈ അവസ്ഥയിൽ കുടിയൊഴിപ്പിക്കലിന്റെ കാര്യം പ്രസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വലിയ ക്രൂരതയാണ്. ഏറിപ്പോയാൽ അവ സമ്മതിപ്പിക്കാം. हैं? इनको भी लगे साथ में ये. ഏത് പോലെ? तो इस बार इनके साथ आ रखा है ये. मैं परेशान हो गया. मैं पहले अकेला आता था. ആഹാ, എന്നാടാ നോക്കിക്കാവുന്ന കോഴേ വിടാ. मुर्गा ला रखे खाने के लिए. വേണ്ടടാ ഫോട്ടോ. കുടിയും കൂത്താട്ടും ഒക്കെ ഷാപ്പിലും പെരുവഴിയിലും മതി. ഈ വീട്ടിൽ ഞാനിത് സമ്മതിക്കില്ല. ഒച്ച വയ്ക്കണ്ട. എന്തിനാ നമ്മള് അഴമ്പാക്കുന്നത്? ഞങ്ങൾ പോവാ. ഇതങ്ങനെ വിട്ടാ ശരിയാവില്ല. നിങ്ങൾ जबरदस्ती करेगा आप देखो. നമ്മള് പോവാ. നമുക്ക് ഷാപ്പിലേക്ക് പോവാം. ഞാനാണോ നീയാണോ ആരോടി? ഓ, എന്താ പരിചയക്കാരുടെ മുമ്പിൽ വെച്ച് തന്നെ ये थप्पड़ मार देना. अफसोस हो रहा है. तो और बिगड़ता जा रहा है. सुधरने की बजाय संगत ने वैसे करेगी ना. उसके दोस्त भी चले गए. आप जा चले गए शायद. हाँ हाँ. पक्का यार है. फिर से बोले, अब दोबारा नहीं करूँगा. വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ സന്തോഷത്തിന് ഞാനൊരിത്തിരി കൂട്ടുകാരെയൊക്കെ വിളിച്ചു. ഇതുവരെ നിന്നെ തല്ലിയിട്ടില്ലല്ലോ. ആദ്യമായിട്ടല്ലേ? അവസാനത്തെ ഇതുവാ. നീ എന്നോട് ക്ഷമിക്കേ. ജോണി ഒന്നും അറിയരുതെന്ന് ഞാൻ ആദ്യം വിചാരിച്ചു. പക്ഷേ ഓരോ ദിവസം കഴിയും തോറും ജോണിയുടെ ഇപ്പോ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് പേടിയാവുന്നു. बच्ची फिक्र हो रही है. നമ്മൾ ആരും അറിഞ്ഞുകൊണ്ട് ഒരു
ദ്രോഹം ആർക്കും ചെയ്തിട്ടില്ല. പിന്നെന്തിനാണ് കർത്താവ് എനിക്കൊന്നും അറിഞ്ഞൂടാ ജോണി? ആനി പറ, എല്ലാം ഞാൻ അനുസരിക്കാം. സത്യം, ഞാൻ അനുസരിക്കാൻ നിവർത്തിയുള്ളൂ. ഇനി ഒരുപാട് പഴകിപ്പോയെന്ന്. എന്താ അനി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എപ്പോഴെങ്കിലും അറിഞ്ഞു. रिपोर्ट दिखा रहे हैं. अब हो रहा है सब अफसोस है. अच्छा, उसकी बेटी ने सुन लिया. ओहो. എനിക്കാരുണ്ട്? അനാഥാലയത്തിൽ ഭക്ഷണവും സംരക്ഷണവും ഉണ്ടായിരുന്നു. അതൊക്കെ വേണ്ടാന്ന് വെച്ച് ഭാവിയിലോ എനിക്കുള്ളതൊക്കെ വിട്ടിട്ടാണ് അങ്ങനെ. അല്ലെ കടം വാങ്ങിക്കും, അതുമല്ല ഇരക്കും, അല്ലെ ഞാൻ മോട്ടിക്ക് വെച്ചോ മോട്ടിക്കും. എന്നാലും ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? കട്ടും മോഷ്ടിച്ചും കടം മേടിച്ചും ഒരു മാറാരോഗ്യ ചികിത്സിക്കാന്ന് വെച്ചാൽ അത് നടപ്പുള്ള കാര്യമാണോ? അവൾക്ക് സന്തോഷം കൊടുക്കും. എന്ത് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ജോണി, നീ കൂടുതലൊന്നും എളുപ്പാ. ഇല്ല ശരി, ഇല്ല. എന്റെ ആനിയാണ്. ഞാൻ ഇനി കുടിക്കല അച്ചോ. अब ये भी छोड़ देना सर. पता नहीं छोड़ता है कि हमसे तो ऐसे बोलता है. നിങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിക്കണം എന്റെ ആനിക്ക് വേണ്ടി.